ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 33 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ പണികളും പൂർത്തിയാക്കിയ ഒരു അടിപൊളി ഒരു വീട്. PWD ടാറിങ് ഫ്രണ്ടേജോട് കൂടി നല്ല വീതിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വീട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ആദ്യമേ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഫുൾ വീഡിയോ കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ട് കണ്ടു. ഇതാണ് ഒരിക്കലും വറ്റിയില്ലാത്ത കിണർ വെള്ളം. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരിക്കലും വറ്റിയില്ലാത്ത കിണർ വെള്ളവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് കുഴൽ കിണറും നമുക്ക് കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ ഫർണിച്ചർ ആണെങ്കിലും 80% തേക്കയിലാണ് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാള് കാണാം. ഇടത്തെ സൈഡിലായിട്ട് ലിവിങ് ഹാള് കാണാം. അതുപോലെ തന്നെ ബെഡ്റൂംസ് ആണെങ്കിലും നല്ല വലുപ്പമുള്ള ബെഡ്റൂംസിലെല്ലാം നല്ല രീതിയിൽ കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമും ആണ്. അപ്പോൾ ഈ വീടിൻ്റെ കിച്ചണ് വർക്ക് ഏരിയയാണ്. നല്ല രീതിയിൽ തന്നെ നല്ല വലുപ്പമുള്ള കിച്ചണ് വർക്ക് ഏരിയയൊക്കെ കാണാം. പുതിയ വീടാണ്. അപ്പോൾ ഇവിടെ ഒരു മാസമായിട്ട് ഉടമസ്ഥൻ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഒരു വർക്ക് ഏരിയ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞ് സാധനങ്ങളൊക്കെ വെച്ചാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉടനെ പറയുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വീടിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ 24 പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുള്ളായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് നല്ല രീതിയിൽ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി വീടിൻ്റെ ചുറ്റും നല്ല രീതിയിൽ 33 സെൻറ്റ് സ്ഥലത്തിൽ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല ഭംഗിയിലാണ് വീട് പണി തീർത്തിട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം നല്ല വീതിയുള്ള PWD ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി വീട്. ഉടമസ്ഥ താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന വീടാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എൻട്രൻസ് ഗേറ്റും കടന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് വഴിയൊക്കെ ആണെങ്കിലും ഇൻ്റർലോക്ക് കൊണ്ടൊക്കെ നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് ഗേറ്റ് ആണെങ്കിലും നല്ലൊരു ഭംഗിയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു കൃഷിക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു നല്ല തണൽ മരമൊക്കെ നടാനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്പേസ് കെട്ടിത്തിരിച്ച് തന്നെയാണ് ഉടമസ്ഥൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇടത്തെ സൈഡിലാണെങ്കിലും വലത്തെ സൈഡിലാണെങ്കിലും നമുക്ക് അതിനുള്ള സൗകര്യത്തിനാണ് 33 സെൻറ്റ് സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യാൻ കെട്ടിത്തിരിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കയറുമ്പോൾ തന്നെ കാണാൻ. അപ്പോൾ നമുക്ക് ചുറ്റുമാണെങ്കിലും മറ്റൊരു ശല്യമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. 33 സെൻറ്റ് സ്ഥലത്തിൽ ഒതുങ്ങിയ വീടാണെങ്കിലും ബാക്ക് സൈഡിലോട്ട് ഇറക്കി വെച്ച ഒതുങ്ങിയ ഒരു രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു മൊത്തത്തിലൊരു വ്യൂ നോക്കാം. നല്ല അടിപൊളി ഒരു വീടെന്ന് പറഞ്ഞാൽ അടിപൊളി വീടാണ്. നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ പണികളും പൂർത്തിയാക്കിയാണ് ഉടമസ്ഥൻ ഒരു മാസമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ പറയാൻ തന്നെ പാടാണ്. കാരണം ഭരണങ്ങാനം ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ. അതുപോലെ തന്നെ അരുവിത്ര പള്ളിയിൽ നിന്നാണെങ്കിൽ കൃത്യം ഒരു 2 കിലോമീറ്റർ മാത്രം അകലം. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 കിലോമീറ്റർ മാറി തടനാട് ടൗണിലോട്ട് ചെന്ന് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടൗണിനും കൂടി നടുവിലായിട്ടാണ് ഈ വീട് കൃത്യം പറഞ്ഞ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൗകര്യമാണ്. അരുവിത്ര പള്ളിയിലോട്ട് പോകാനാണെങ്കിൽ 2 കിലോമീറ്റർ മാത്രം അകലം. അതുപോലെ തന്നെ ഭരണങ്ങാനം പള്ളി അതുപോലെ തന്നെ തടനാട് ടൗണിലോട്ട് പോകാനാണെങ്കിൽ 1.5 കിലോമീറ്റർ മാത്രം അകലം. അപ്പോൾ ഇത്രയും സൗകര്യത്തിന് 3 ടൗണിനും കൂടി നടുവിലായിട്ട് ഇത്രയും ഒരു 2 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സ്കൂള് കോളേജ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും അടിപൊളി വീട് ഉടമസ്ഥൻ ന്യായമായിട്ട് വിലയ്ക്കാണ് ഈ വീട് കൊടുക്കാനും ഉദ്ദേശിക്കുന്നത്. 33 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ്. ഒരിക്കലും വറ്റിയില്ലാത്ത കിണറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുഴൽക്കിണറും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് സൈഡിലായിട്ട് കുഴൽക്കിണറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കാണാം ഒരിക്കലും വറ്റിയില്ലാത്ത കിണർ വെള്ളമാണ്. നല്ല താഴ്ചയുള്ള ഒരു കിണർ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല വെള്ളമൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കിണറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കെട്ടി അതുപോലെ തന്നെ ഒരു മൂടി നല്ല കവർ ചെയ്ത് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് സിലിണ്ടർ വെക്കാനും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബാക്ക് സൈഡിൽ വീട് ഇറക്കിയാണ് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. വീട് പുറകിലോട്ട് ഇറക്കിയാണ്, എന്നാലും ബാക്ക് സൈഡിൽ അത്യാവശ്യം ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. 33 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ
ബസ് റൂട്ടിൽ നിന്നാണെങ്കിലും വെറും 700 മീറ്റർ മാത്രം അകലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സ്ഥിതി ചെയ്യുന്ന വീടാണ്. നല്ല രീതിയിൽ തന്നെ റൂഫ് വർക്കൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ട്. 33 സെൻറ്റ് സ്ഥലമെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സ്ഥലമുണ്ട്. ഇപ്പം നമുക്ക് കാണാം വീടിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ വാഷ് ഏരിയയും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്ത് തന്നെയാണ് ഉടമസ്ഥൻ ഈ വീട് പണിതിരിക്കുന്നത്. ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിതതാണ്. അപ്പോൾ നമുക്ക് അറിയാം 1 മാസമായിട്ട് ഉടമസ്ഥൻ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങൾ കാരണമാണ് ഉടമസ്ഥൻ ഈ വീട് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടും ഒന്ന് മേടിക്കാം. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടിരിക്കുന്ന വീടാണ്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ റൂഫിങ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 നില പണിയാനുമുള്ള സൗകര്യമുണ്ട്. ഉടമസ്ഥൻ ആദ്യമേ 2 നില പണിയണം എന്നുള്ള രീതിയിലാണ് ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഉടമസ്ഥനത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 നില വേണമെങ്കിൽ അല്ലെങ്കിൽ 2 ബെഡ്റൂമും കൂടി വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ 2 നിലയും കൂടി പണിയെന്നുള്ള രീതിയിൽ സൗകര്യം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന താമസമുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നില്ല. നമ്മൾ ഏകദേശം ഒരു വീടിൻ്റെ പരിസരവും കാര്യങ്ങളും വീടിൻ്റെ അകത്തെ ഡൈനിങ് ഹാളും ലിവിങ് ഹാളൊക്കെ നമ്മൾ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ അങ്ങ് എടുത്ത് നിർത്തുകയാണ്. അപ്പോൾ നേരിട്ട് വരുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില നമുക്ക് നോക്കാം. ഉടമസ്ഥൻ ചോദിക്കുന്നത് 1,30,00,000 രൂപയാണ്. 33 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിൽ നിന്ന് 700 മീറ്റർ മാത്രം അകലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി 3 ടൗണിന് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് 1,30,00,000 രൂപ മാത്രമാണ്. വില ചോദ്യമാണ്. വിലയിൽ മാറ്റം വരുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നു. ഫ്രണ്ട് സൈഡിൽ ഒരു സിറ്റ് ഔട്ടിലെ കാഴ്ചയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിലാണെങ്കിലും അതുപോലൊക്കെ തന്നെയാണ്. ഫർണിച്ചറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫുൾ തേക്കും കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വീടാണ് നോക്കുന്നത്, അതായത് ടൗൺ ഏരിയേൻ്റെ ശല്യമില്ലാതെ എന്നാൽ ടൗണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടൊക്കെ നോക്കുന്നവർക്ക് ഈ വീട് നോക്കാവുന്നതാണ്. 2 കിലോമീറ്ററിന് ചുറ്റളവിലായിട്ട് 3 ടൗൺ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞായിരുന്നു. അരുവിത്തറ പള്ളിയിലോട്ടാണെങ്കിൽ 2 കിലോമീറ്റർ, അതുപോലെ തന്നെ ഭരണങ്ങാനം പള്ളിയിലോട്ടാണെങ്കിൽ 2.5 കിലോമീറ്റർ, അതുപോലെ തന്നെയാണ് തെടനാട് ടൗണിലോട്ട് 1.5 കിലോമീറ്റർ. ഇപ്പം വീടിൻ്റെ ഉള്ളിലെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആൾതാമസമുള്ളത് കൊണ്ട് നമ്മൾ ഫുൾ വീഡിയോ എടുക്കുന്നില്ല. ആദ്യമേ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഈ 33 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റോട് കൂടിയ വീട് 1,30,00,000 രൂപ ചോദിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.